ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉത്രാടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിനാശംസകൾ. ഒപ്പം നാളെ നമ്മുടെ തിരുവോണമാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ചോറിൻ്റെയും കറിയുടെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ട് കാളൻ കുറുക്കാനായിട്ട് നിന്നു കേട്ടോ. കാരണം ഇന്ന് വൈകുന്നേരം ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിൻ്റെ പണിയുണ്ട്, പിന്നെ നമുക്ക് തൃക്കാരപ്പന വെക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. പിന്നെ ഷോപ്പിൽ നിന്ന് നമ്മൾ എപ്പോഴെത്തുക എന്താണെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാളൻ കുറുക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ ചേന മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചേന ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതിൽ കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് ഞാൻ നമ്മളെ പുതിയ ചട്ടിയിൽ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ്. അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് അതിലത്തെ ആ വേവിക്കാനായിട്ടുള്ള വെള്ളമില്ലേ അത് വറ്റി വന്നപ്പോൾ ഞാൻ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നല്ല പുളിയുള്ള തൈരാണ് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് നാളികേരമാണ്. നാളികേരത്തിൽ പച്ചമുളകും ജീരകവും മാത്രം ഇട്ടിട്ട് അരച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ തൈര് ഒഴിച്ചു കൊടുത്ത വഴിക്ക് തൈര് ഒന്ന് നല്ലപോലെ തിളയ്ക്കണ വരയ്ക്ക് നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ വറ്റിയിട്ട് തൈര് നല്ലപോലെ ഈ കഷ്ണത്തിൽ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടി വരും, തിളച്ചിട്ട് വറ്റിയിട്ട്. അപ്പോഴാണ് നമ്മൾ ഈ നാളികേരം ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല ഇങ്ങനെ കുറുക്ക് കാളനായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ വരും. അതായത് ഈ തൈരിൽ കിടന്നിട്ട് ഇങ്ങനെ വറ്റി വരുമ്പോൾ. എന്നിട്ട് പിന്നെ അതിലേക്ക് നാളികേരം നമ്മുടെ അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നല്ലപോലെ കുറുക്കി എടുക്കുക. കൈൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ പൊട്ടുണ്ട്, നമ്മുടെ ഗ്യാസിൻ്റെ മുകളിലേക്കും മൊത്തം നമ്മുടെ സ്ലാബിൻ്റെ മുകളിലേക്കൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ ആകെ പരന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് കാളം കുറുക്കുമ്പോൾ. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ കുറച്ച് ഉലുവയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും പൊട്ടിച്ചിട്ട് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ കാളം കുറുക്കുക. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാറുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.